അല്ല ശരിക്കും മുത്തുന്നാണോ പേര്? അല്ല, അക്ഷയാന്നാ. മുത്തുന്ന അമ്മയൊക്കെ വിളിക്കണേ. നല്ല പേരാട്ടാ. പിന്നെ ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? ഞാനിപ്പോ 10th ഇപ്പൊ. ഓ, അപ്പൊ ഇനി ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരിക്കും അല്ലേ? ആ, ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ ഞാൻ അവിടെ അടുത്ത് ട്യൂഷൻ പോയത്, എല്ലാ ദിവസവും പോകും. ട്യൂഷൻ അടുത്ത് തന്നെ? ആ, അടുത്ത. പിന്നെ അന്ന് നല്ല ഷട്ടിൽ കളിക്കുന്നതായിട്ടൊക്കെ കണ്ടു. ആ, ഇല്ല, ഇപ്പോഴൊന്നും കളിക്കും, വല്ലപ്പോഴും അല്ല, നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടോ? ഞാൻ പണ്ടൊക്കെ കളിച്ചിട്ടുള്ളൂ. എന്റെ മാമി നന്നായിട്ട് കളിക്കും. അല്ല, മാമി എന്ന് പറയുമ്പോ? മാമി എന്റെ മാമൻ പോലീസുകാരൻ്റെ ഈ ഇന്നാൾ ഇവിടെ നിങ്ങൾ ആദ്യം കണ്ടപ്പോ ഒരു ആന്റി അലറി വിളിച്ചില്ലേ? ആന്റി സൂപ്പറായിട്ട് കളിക്കും. പിന്നെ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? അഭിനയിക്കാനോ? എല്ലാവർക്കും ഇല്ലേ? അതല്ല, എന്നാ ഞാനേ മുത്തിന്റെ അച്ഛനും അമ്മയോടും ചോദിച്ചിട്ട് അഭിനയിക്കാൻ വിളിച്ചോട്ടെ. വെബ് സീരീസിലോട്ട് ഞങ്ങളൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അഭിനയിക്കാനോ? ഈ സമ്മതിക്കാവോ? എനിക്ക് അല്ല, ഞാൻ ചോദിക്കാം അച്ഛനും അമ്മയോടും. അയ്യോ വേണ്ട, അത് വേണ്ട. ഞങ്ങള് പറഞ്ഞ സമ്മതിക്കും. ഞങ്ങള് വന്ന് ചോദിച്ചു. അല്ല വേണ്ട, ഞാൻ പറഞ്ഞു നോക്കാം, എന്നിട്ട് മതി. എനിക്ക് തോന്നല്ല അമ്മയെന്ന്. മുത്തിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ രാഷ്ട്രീയത്തിലായിരുന്നു. ഇപ്പൊ എറണാകുളത്ത് പോയേക്ക്, എന്തോ ബിസിനസ് മീറ്റ്. എറണാകുളത്ത്? അല്ലപ്പോ ഞാൻ അമ്മയടുത്ത് ചോദിച്ചോ? ഞാനേ അമ്മയടുത്ത് ചോദിക്കാം കേട്ടോ. അല്ല, ഞാൻ വേണമെങ്കിൽ അമ്മയടുത്ത് അപ്പൊ കാണാം. ശരി. ഇവളിവിടെ ഈ അവിടെ പോയി പുരാണമൊക്കെ വിളമ്പാൻ ഇവള് ആരെവള് അഭിനയിക്കാൻ നടക്കണവള്? അമ്മ, എന്റെ പൊന്നമ്മ, ഞാൻ എത്ര വട്ടം പറഞ്ഞു. ഐശ്വര്യ റായി ആണ് അഭിനയിക്കാനായിട്ട്. അമ്മ, ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞില്ല. ആ ചേട്ടന്മാരൊന്ന് ചോദിച്ചപ്പോ ഞാൻ മറുപടി പറയണ്ടേ അമ്മ ഒരാളടുത്ത്? എന്തിനാ മറുപടി പറയാതെ ഇങ്ങോട്ട് പോന്നാ മതി. ചേച്ചി അത് വിട്ടേക്ക്. പിന്നെ എങ്ങനെ വിടും? ഇവിടെ ട്യൂഷൻ വിടാൻ കരക്കാരോട് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിട്ടാണോ? നമ്മൾ ഇന്നാള് കണ്ട നല്ല ചേട്ടന്മാർ. അപ്പൊ അവിടെ വന്നിരുന്നപ്പോ ചോദിച്ചപ്പോ തുറന്നു നോക്കി. നിന്നോടൊരു കാര്യം പറയാം, പരിചയമില്ലാത്തവരോട് സംസാരിക്കാതിരിക്കണം തന്നെയാ നല്ലത്. മാമി ഇങ്ങനെയാണോ? ട്യൂഷന് പോയ മര്യാദക്ക് ഇവിടെ വന്നോളണം. അല്ലാതെ പാടത്തും പറമ്പിലും വർത്താനം പറഞ്ഞോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അമ്മ വരണ വഴിക്ക് വിളിച്ചു നിർത്തി സംസാരിച്ചു. അതുപോലെ ഞാൻ ഇങ്ങനെ വന്നില്ലേ, അവരെങ്ങും പോയില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ സ്കൂളൊന്ന് തുറന്നാ മതിയായിരുന്നു. ഓരോന്ന് കേൾക്കുമ്പോ പേടിയാവണം. എന്റെ പൊന്നു ലില്ലി, പത്രത്തിൽ പേടിക്കാനായിട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കെട്ടിച്ചു വിടുന്നത് വരെ എന്റെ ദൈവമേ. എന്ത് ഞാൻ എന്തായാലും കുടിക്കും. എടിമുത്തേ, ഇങ്ങൊന്നൊരു കാര്യം ചോദിക്കട്ടെ. എന്ത്? വേറെന്താ ചോദിച്ചത്? അമ്മ കേട്ടല്ലേ എല്ലാം അവിടെ നിന്ന്? ഞാനൊന്നും കേട്ടൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് പറഞ്ഞതാ? വേറെ വല്ലതും പറഞ്ഞാ നിന്നോട്? പറഞ്ഞതല്ല അവള് പറഞ്ഞില്ലേ ചേച്ചി? ഇഷ്ടാന്ന് പറഞ്ഞില്ലേടി? അയ്യോ, എന്ത് ദൈവം. അത് വലിയ ചേട്ടന്മാരാ. ഓക്കെ, അവരൊക്കെ അനിയത്തെ പോലെ കാണുള്ളൂ. ഈ ചുമ്മാ അതും വെച്ചോണ്ട് എല്ലാരും കാണല്ലേ കേട്ടാ. ഇവരെ പോലുള്ള ആൾക്കാരാണ് ഈ ചേട്ടന്മാരെയൊക്കെ. എന്ത് ചേച്ചി വെറുതെ ഇല്ലാത്തതൊന്നും അവളുടെ മനസ്സിൽ കുത്തിക്കയറ്റി നടക്കല്ലേ കേട്ടോ. ഇല്ലാത്ത നിനക്ക് രണ്ടെണ്ണം വളർന്നു വന്നിട്ടല്ല, അന്നേരം നീ ഇത് തന്നെ പറയും. അപ്പൊ ഞാൻ മര്യാദക്ക് നോക്കിക്കോളാം.